ഏകദേശം യുദ്ധം കാഠിന്യമായ അവസരത്തിൽ ആ ഭാഗത്താണ് എടുത്തുകൊണ്ട് ഞാൻ കുറച്ച് സമയം അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകരും സ്വഹാബത്തും ബദറിൽ എത്തിയപ്പോൾ പ്രവാചകർക്ക് ഇരിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകരുടെ സ്വഹാബത്ത് ഈത്തപ്പന മടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ അരീഷ് പന്തൽ, ആ പന്തലിൽ അള്ളാഹുവിന്റെ പ്രവാചകർ ഇരിക്കുകയാണ്. പ്രവാചകർ ഇരിക്കുമ്പോൾ പ്രവാചകർക്ക് കാവലായി നിൽക്കാൻ സ്വഹാബാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. 1000-ഓളം വരുന്ന മക്ക ഖുറൈശിയക്കൾ സർവായുധ വിഭൂഷിതരായി മറുപുറത്ത് നിൽക്കുമ്പോൾ നിരായുധരും നിസ്സഹായരുമായ 300 ശിഷ്ടം വരുന്ന സ്വഹാബത്ത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ കാവൽ നിൽക്കുക? ആർക്കും തന്നെ ധൈര്യം പറ്റില്ല. ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അംഗരക്ഷകരായി വന്നത് അവിടുത്തെ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ പിതാവായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പ്രവാചകരെ അതാണ് വളരെ സുന്ദരമായി കൊണ്ട് ആ അരീഷിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുകയാണ്. യുദ്ധം കാഠിന്യമായ അവസരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സമാധാനമില്ലാതെ കണ്ട് ആ ഖൈമയുടെ ബാബിന്റെ അരികിലേക്ക് വരുന്നു. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകർ പോകുന്നു, വീണ്ടും വരുന്നു. യുദ്ധക്കളത്തിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് സമാധാനമില്ല. ഇവിടെ നിന്നാണ് മഹാനായ ഓയ്കുട്ടി വൈദ്യർ ആ ഭാഗത്തെ എടുത്തുകൊണ്ട് വളരെ സരസമായി നമ്മെ ഇങ്ങനെ കേൾപ്പിക്കുകയാണോ. അടലേറ്റം കടുപ്പമായി ഏനൂറാവി വിളമ്പുന്നേ അഖ്റബുൽ മുഖറബിൻ റസൂലുള്ളാഹ് താൻ നെയ്യേ ആരംഭത്തിരു ഖൈബർ കാകം പൂക്കോരായി ആകം പൂക്കോരായി കടിയേറ്റം പടിവുറ്റേ നബി കൂടെ അത്തിമുള്ള താമൊയ്യേ സ്വഹാബാക്കൾ ഓരുത്തറിയില്ലേ നെയ്യേ സകലോ അതല്ലേറ്റം കടുപ്പമായി എന്നും റാബി വിളമ്പുന്നു അഖറബുൽ മുഖറബിൻ റസൂലുള്ളാഹ് താൻ നെയ്യേ ആരംഭത്തിരു ഖൈമ കകം പൂകില്ല ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ കാവലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ മാത്രമാണുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ ശരീരം മറന്നുകൊണ്ട്, സമ്പത്ത് മറന്നുകൊണ്ട്, ഭാര്യമാരെ മറന്നുകൊണ്ട്, മക്കളെ മറന്നുകൊണ്ട് അവരതായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണോ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണോ. എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകർക്ക് സമാധാനമില്ല. ചുടരാറ്റൽ നബിയാരി ചൂട പാതൽ തണിൽ നിന്ന് ചോരിത പട കൊള്ള എതിർ പോരായും ബയ്യെ ചൊവ്വോടെ മടങ്ങിയും ഇരുന്തേടാമ യുദ്ധക്കളത്തിലേക്ക് നോക്കുമ്പോൾ പ്രവാചകർക്ക് സമാധാനമില്ല. മടങ്ങുന്നു, വീണ്ടും വരുന്നു, വീണ്ടും മടങ്ങുന്നു. ഈ പ്രക്രിയ അള്ളാഹുവിന്റെ പ്രവാചകർ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണോ. അള്ളാഹുവിന്റെ പ്രവാചകർ ഇരു കൈകളും ആകാശഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് ജഗന്നിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, എന്റെ സ്വഹാബത്ത് പാവങ്ങളാണ്, അവർക്ക് ഭക്ഷണമില്ലാത്തവരാണ്, അവർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്. അവർക്ക് നീ വസ്ത്രം നൽകണമേ, ഭക്ഷണം നൽകണമേ. അവർ ഈ ഭൂമുഖത്തോട് നാമാവശേഷം
നാമാവശേഷമായാൽ നിന്നെ ആരാധിക്കുവാൻ ഈ ഭൂമുഖത്ത് ആരും തന്നെ ഇല്ല റബ്ബേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ ജഗന്നിയന്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരേള തിരുതാഹന ചെയ്യുന്നിറയോനെ അവനങ്ങൾ ചെയ്തറിവിത്തോനെ മെയ്യെ അവനിയിൽ ഹുദാതൽ ഇറക്കിയോനെ മെയ്യെ അവനിയിൽ ഹുദാതൽ ഇറക്കിയോനെ അതിമകം എടുപ്പോരെ ആയിലികൻ പല പുണ്യനും ബാത്തിൽ ബൈനഹുമ ബിയെ ഫരീഖൻ ദഅവത്തിൻ മുജിബായോനെ ബിയെ ഫരീഖൻ ദഅവത്തിൻ മുജിബായോനെ പ്രവാചകർ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നാഥ നിന്റെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു റബ്ബേ. അല്ലാഹുവിന്റെ പ്രവാചകർക്ക് ഒന്നുകിൽ നഫീർ അല്ലെങ്കിൽ ബഈർ ഇഹദ ത്വായിഫതൈനി അന്നഹാ ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി തഖൂലു ലക്കും വയരീദുല്ലാഹു അൻ യുഹഖൽ ഹഖ വയരീദുല്ലാഹു അൻ യുഹഖൽ ഹഖ ബികലിമാതിഹി വയഖ്തഅ ദാബിറൽ കാഫിരീൻ. പരിശുദ്ധ ഖുർആൻ ആ ഭാഗത്തിൽ എടുത്തുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. ഒന്നുകിൽ നഫീർ അല്ലെങ്കിൽ ബഈർ, ഒന്നുകിൽ ഖുറൈശി തലവന്മാർ അല്ലെങ്കിൽ കച്ചവട സംഘം. രണ്ടാലൊന്നിനെ അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ നിന്റെ വാഗ്ദത്തം നീ നിറവേറ്റി തരണമേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അംഗരക്ഷകരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് എന്തിനാണ് വിഷമിച്ചു കൊണ്ടിരിക്കുകയെ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുകയാണ്, തരം നാശിത മെയ്യെ വിടുകാതെ ദുആ ചെയ്വ അത് വേണ്ടല്ലോ. ബഹുമാനർ ഇരക്കുന്നേ ഇരവീന് കളിൽ കൊണ്ട് വല്ലവൻ കബൂൽ ചെയ്തിടുവോ നീയല്ലോ മെയ്യെ ഭഗസീതി കുരചെവി അണയാവോട്ടും. ചോദിക്കുകയാണ്, അല്ലയോ നബി എന്തിനാണ് അങ്ങനെ വിഷമിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഖുറൈശി കിങ്കരന്മാരെ അല്ലാഹു നാമാവശേഷമാക്കാൻ ഇത്രയും കൂടുതൽ ദീർഘിച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. കുറഞ്ഞു ചോദിച്ചാൽ പോരെയോ? അല്ലാഹു അത് കബൂൽ ചെയ്യാൻ സന്നദ്ധനല്ലയോ? അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നല്ലോ. എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകർ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല. സിദ്ദീഖുൽ അക്ബറിന്റെ വാക്കിലേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല. അല്ലാഹുവിന്റെ പ്രവാചകർ അങ്ങനെ പ്രാർത്ഥനയിൽ നിരതരായിരിക്കുകയായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. മവാഹിബുൽ ലദുന്നിൽ റവാബി മണി അബ്ബാസുടെ മൈന്ദർ അവരെ തൊട്ട് മെയ്യെ മാൻവിട്ടോ ഉമർ ഹത്ത പൂരയും നോക്കേ അവിടുത്തെ മറ്റൊരാളായ വലിയ നേതാവായ പനിക്കും കൈസറും വിറയ്ക്കുന്നതായി മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ സീറത്ത് മവാഹിബുൽ ലദുനിയയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. മാൻ വിട്ടോർ ഉമർ ഖത്ത പുരയും നോക്കേ. മാനിനെ വിട്ട ഉമർ
ഖത്താബ് പറയുന്നത് കേൾക്കൂ എന്നാണ് പറയുന്നത്. എന്താണ് മാനിനെ വിട്ടത്? ഒരു ദീർഘമായ ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറയുകയാണ്. നൈൽ നദിയിലേക്ക് ലെറ്റർ വിട്ട ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിസ്ർ നബിക്ക് ഫതഹായതിനു ശേഷം അംർ ഇബ്നുൽ ആസ് ഗവർണറായിക്കൊണ്ട് മിസ്റിൽ ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ നൈൽ നദിക്ക് ഒരു കോപം ഉണ്ടാവാൻ പതിവുണ്ടെന്നാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം നൈൽ നദിയിൽ വെള്ളം തിളച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. വെള്ളം കെട്ടി നിന്നുകൊണ്ട് വെള്ളം ഒഴുകാതെ ആ നാടിന് വലിയ ബുദ്ധിമുട്ടൊക്കെ ആവും. ആ സമയത്ത് അതിന് പരിഹാരം എന്താണെന്ന് അറിയാമോ? കന്യകകളായ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് ആ നൈൽ നദിയിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ നൈൽ നദി സുന്ദരമായി കൊണ്ട് ഒഴുകും. ആ സമയത്ത് അങ്ങനെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയുള്ളൂ, ആണും പെണ്ണുമായിക്കൊണ്ട്. ആ പെൺകുട്ടിയാണ് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ കുട്ടികളെ ഇടാനാ, അടുത്ത ഊഴം ഈ കുട്ടിയെ ഇടാനാ. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അംർ ഇബ്നുൽ ആസിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഉമർ ഫാറൂഖിന്റെ ഭരണകാലം തന്നെയല്ല, അങ്ങ് ഇവിടെ ഗവർണറായി വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് ആണും പെണ്ണുമായി ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. ഇതിനൊരു പരിഹാരം അങ്ങ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഫാറൂഖിന്റെ അടുത്ത് എന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ അമീറുൽ മോമിനീൻ, നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രക്രിയ നടമാടുക എന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് അതിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്താ അതിന് പരിഹാരം ഉണ്ടാക്കിയെന്നറിയാമോ? ഒരു കഷണം കടലാസ് എടുത്തുകൊണ്ട് ഉമർ ഫാറൂഖ് അതാ ലെറ്റർ കുറിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം من عبد الله أمير المؤمنين عمر بن الخطاب إلى نيل مصر. മിസ്റിന്റെ നൈൽ നദി അറിയാൻ അല്ലാഹുവിന്റെ അമീറുൽ മുഅ്മിനും അല്ലാഹുവിന്റെ അടിമയുമായ ഉമർ അറിയിക്കുന്നത് എന്താ അറിയിക്കുന്നത്? അമ്മാ ബഅദ് فإن كنت تجري بنفسك فلا حاجة بنا إليك وإن كنت تجري بأمر الله فأجري على اسم الله. ചുരുക്കസാരം, ഓ നൈൽ നദി, നീ നിന്റെ ശക്തി കൊണ്ടാണ് നടക്കുന്നത്, ചലിക്കുന്നത് എങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണ് നിന്റെ ചലനമെങ്കിൽ ഇത് അള്ളാഹുവിന്റെ പേര്, ഇതുകൊണ്ട് നീ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത്, ആ എഴുത്ത് നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടേണ്ട താമസം നൈൽ നദി എന്ന കോപം നിരച്ചുകൊണ്ട് ശമിച്ചുകൊണ്ട് വളരെ സുന്ദരമായി ഒഴുകി. അതിന്റെ ശേഷം നൈൽ നദിക്ക് ഒരിക്കലും കോപമുണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ അങ്ങനത്തെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് പറയുകയാണ്, ജിഹാമുത്ത് സഫിയുള്ള സ്വഹാബാക്കൾ അലിസഫ് ദരിശിത് ഹൈറത്തെ അരിശകത്ത് നെയ്യെ ചന്ദൂടൻ ചെയ്താക്ക് മുഖം വിട്ടാരാ ായിരിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ നില കണ്ടുകൊണ്ട് സ്വഹാബത്ത് വിഷമിക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരുടെ നില എന്താണെന്ന് അറിയാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകരുടെ അടുക്കലേക്ക് ഉമർ ഫാറൂഖ് ചെന്ന് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരതാ ഖിബിലക്ക് മുഖം വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തോ ബലി കൊള്ള ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരായി ആ നരകാഗ്നിയെ ശമിപ്പിക്കുന്ന ആ സുന്ദരമായ കൈകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിന്റെ വാഗ്ദത്തത്തെ നീ നിറവേറ്റിത്തരണേ റഹ്മാനെ, ഒന്നുകിൽ നഫീറു അല്ലെങ്കിൽ ബഈറു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. താനായ പുരാനോട് നബി പോരായി താവട കൈക്കേറ്റം കടച്ചിൽ പറ്റി മെയ്യെ തങ്കത്തുൾ തന്നിൽ കൂട ഭൂമിയിൽ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ചുമലിൽ ഇടാറുള്ള ആ വല്ലി അള്ളാഹുവിന്റെ പ്രവാചകരെ കൈ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് പ്രാർത്ഥിച്ച് 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 ബഹുമാനപ്പെട്ടവരുടെ കൈ കടഞ്ഞ് 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 ബഹുമാനപ്പെട്ടവരുടെ ചുമലിലുള്ള വല്ലി താഴോട്ട് വീണപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ അംഗരക്ഷകരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബാക്കിലൂടെ ചെന്നുകൊണ്ട് അവിടുത്തെ സുന്ദരമായ മേലയിലേക്ക് ആ വല്ലിയെ ഇട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ് കോമാ കോലായ റഹ്മാനിൽ ദുആ തേടും ദുആയിന്ന് കുറഞ്ഞോണ്ട് മദീനയുടെ ഖുറൈശും മാചൂബയെ കുലത്തോടെ ഹലാകാവ നാഹി പെന്തിന നാമാവശേഷമാക്കുകയില്ലേ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ പുടവയെ ഇട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, അവരെ അല്ലാഹു നശിപ്പിക്കുകയില്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിൽ നിന്നും വാക്കുകൾ കേൾക്കാതെ പ്രാർത്ഥനയിൽ നിരതരായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, കായം തൊട്ട് അവഷ്കാഭികൾ ചെയ്തോരാം സ്വഹാബത്ത് ശരീരം മറന്ന് സമ്പത്ത് മറന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകരത ആ യുദ്ധക്കളത്തിലേക്ക് വന്നുകൊണ്ട് പ്രവാചകരെ ആ ഡോറിൽ നിന്നുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഭയങ്കരമായ കുതുകുലം ഖുറൈശിയാക്കളുടെ ഇടയിൽ, ഖുറൈശിയാക്കളുടെ അടിയിൽ. എന്തായിരുന്നു ആ കുതുകുലം? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണോ? ചേർന്നേട്ടാരികറുകൾ പീന ചെയ്യും ശരീരാലെ പീന ചെയ്യും ശരീരാലെ ചട കുഫിർ ബിന്ദൻ പൂരപ്പെട്ടുള്ളേ പൂരപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിത മതിച്ചവി പെടയും കണ്ടിടെ കുറെ മൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിലായി പലതരം കൊടിയും ചമ്മേ ഒരു ദൂര ആദിയിലുണ്ടേ ആദിയിലുണ്ടേ കടുത്തപ്പൾ ശോജാഅത്ത് മശ്ഹൂറ ശോജാഅത്ത് മശ്ഹൂറ തീരൻ സൂറഖത്തി ബിനു മാലിക്കാം ഇബ്നു മാലിക്കാം അവൻ തൻ തിരുടന ജഹലുടെ കരമെ പിടിച്ച് കിരിമുകനോട് കരിമുകളയിലുത്ത് ഒരു തരിൻ ഹരിവിനു നിലവുമ വെച്ച് ചേലയിക്കാൻ പാടി തോന്നുന്നേ പാടി തോന്നുന്നേ ൂർദീട്ടുമൈ പിന്തൻ പൂരപ്പെട്ട രാജവാമി പൂരപ്പെട്ട രാജവാമി കോട്ടം പാരാതുങ്കൾ ഹാസാറാളുണ്ട് ഹാസാറാളുണ്ട് അവർകൾ കുറെ തലാമിനകത്ത് മറുമറൽ ഉള്ളുമെ പരികളല്ലാത്ത് പറവതിൽ ഇലവ അവരി മടുത്ത് കൊടി ആപമാന ചുരുതിപ്പോമോ ചുരുതിപ്പോമോ. അങ്ങനെ യുദ്ധം കാഠിന്യമായ അവസരത്തിൽ ഖുറൈശി കിങ്കരന്മാർ ഭയവിഹ്വലരായി അതാ പോവാൻ പുറപ്പെടുകയാണ്. ഓടാൻ വേണ്ടി പുറപ്പെടുന്ന അവസരത്തിൽ ഇതാ ഭയങ്കരമായ കൊട്ടും കുരവയുമായി കൊണ്ട് ഒരു വലിയ വ്യൂഹം ആ യുദ്ധക്കളത്തിലേക്ക് അങ്ങനെ വരുന്നു. ചെണ്ടകൾ തകുണിത മതിച്ചവി പെടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരെ ചൊടിയും ഉണ്ടവർകളിലായി പലതരം കൊടിയും ചെമ്മേ ഒരു ദുര അതിയിലുണ്ട്. താളമേള വാദ്യം ചെണ്ടയുണ്ട്, മദ്ദളമുണ്ട്, ഒറ്റയുണ്ട്, കിന്നാരമുണ്ട്, എല്ലാ തരത്തിലുള്ള താളമേള വാദ്യങ്ങളും ഉണ്ട്. തന്നെയല്ല പല തരത്തിലും പല വർണ്ണത്തിലുമുള്ള പതാകകളും അവർക്കുണ്ട്. ചെമ്മേ ഒരു ദുര അതിയിലുണ്ട്. ഒരു നേതാവും അവരുടെ കൂട്ടത്തിലുണ്ട്. ഭയങ്കരമായ കുതുകുലമായി കൊണ്ടുവരുന്നു. ആരാ വരുന്ന വ്യക്തി എന്നറിയാമോ? ബനൂ കിനാനി ഗോത്രത്തിലെ സുറാഖത്ത് ബിനു മാലിക്. ഒരു വലിയ തലയെക്കെട്ട്, വലിയ താടി, വലിയ നീളക്കുപ്പായം, കന്തൂറയൊക്കെ ഇട്ടുകൊണ്ട് തസ്ബീഹ്മാലെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ വന്നുകൊണ്ട് അബുൽ ഹക്കമിനോട് പറഞ്ഞു, യാ അബുൽ ഹക്കൻ, ഗുഡ് മോർണിംഗ്, വെരി വെരി മോർണിംഗ്. കൈ പിടിച്ചുകൊണ്ട് മുസാഫഹ ചെയ്തു. എന്നിട്ട് മഹാനായ വൈദ്യര് പറയാ, കിരിമുകനോട് കരിമുകല്ല ഈനുത്ത്. അവിടെ ചരിത്രകാരന്മാർ പല അഭിപ്രായവും പറയുന്നുണ്ട്. പന്നിയുടെ മുഖമുള്ളവനോട്
നായിന്റെ മുഖമുള്ളവൻ ഒത്തു എന്നൊരു അഭിപ്രായം. ഏതായാലും ഞാൻ വിശദമായി പറയുകയല്ല. എന്നിട്ട് പറയുന്നു, പൊരുതലിൻ ഹർബിനും നിലയുമേ മറ്റ് ചേനൈ കഴിയുന്നത്തെ പടി തോന്നുന്നു. യുദ്ധത്തിന് സംബന്ധിച്ച് വിശദ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്താ അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം? അപ്പോൾ അബൂ ജഹൽ പറഞ്ഞു, ഉദ്ദേശങ്ങളൊന്നുമില്ല, എനിക്കറിയാം, നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പിന്തിരിഞ്ഞോടാൻ തന്നെയാണടാ. അതുകൊണ്ടൊരു കാര്യം പറയാനുണ്ട്. കോർദിട്ടുമൈ പിന്താൻ അറപ്പെട്ട രാജവമേ കോട്ടം പാരാതുങ്കൽ ഹാസറാനുണ്ട്. അവர்கள் പുറയുസലാസമിയാത്തിനകത്ത് മരുവലർ ഉള്ളുമെ പരികല്ലാത്തി പറമതിനില്ലെ അവരി നടുത്തി കോടി അപമാന ചുരുതി പോവോ, കോടി അപമാന ചുരുതി പോവോ. നടക്കുമോ അത് കണ്ട് നിങ്ങൾ കൂതകത്തിൽ ആണുന്തോരാമേ അണുവും നിലയില്ല യഹുബത് പിടിക്കാമെ കെണിയിൽ ചലിയാതെ പൊരുതണം ഭൂമികളും പടയിൽ വലിയത്തർ പൗസിനെ കലർത്തവർ ഇടയിൽ നീരും കുറൈശെണ്ണം പെരുപ്പിത്തോരായി, നീരും കുറൈശെണ്ണം പെരുപ്പിത്തോരായി. വന്ന പണ്ഡിതൻ പറഞ്ഞു, എടോ എന്താണടാ ഈ കാണുന്നത്, അത്ഭുതമല്ലയോ? ആശ ഭയങ്കരം തന്നെയാണ്. എടോ വളരെ സുന്ദരമായി കൊണ്ട് നല്ല സായുധ സാമഗ്രികളും നിങ്ങൾക്കുണ്ട്. 1000-ഓളം വരുന്ന ആളുകളുണ്ട്. എന്നിട്ടാണോ നിങ്ങൾ ഈ 300 ശിഷ്ടമുള്ള അല്ലെങ്കിൽ 300-ൽ കുറവുള്ള ഇത്രയും ആളുകളെ പേടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടാൻ പോകുന്നത് ഭൂഷണമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉദക്കത്തിൻ അണുന്തോരാമേ, ഞാനിത് ധാരാളം എന്റെ പാർട്ടികളുമായി വന്നിരിക്കുന്നു എന്ന് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് ഇവൻ പറയുകയുണ്ടായി. അവൻ സുറാഖത്ത് ബിൻ മാലിക് പല പ്രാവശ്യവും ഖുറൈശിയാക്കളുടെ ഇടയിൽ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ ബദറിലേക്ക് പോകുമ്പോൾ വന്നിട്ടുണ്ട്. അതൊന്നും ആ സമയത്ത് ഖുറൈശിയാക്കൾക്ക് മനസ്സിലായിരുന്നില്ല. ആരാ മനുഷ്യനറിയാമോ? എന്നിട്ടോ ഇവന്റെ ആളുകളെ 1000-ഓളം വരുന്ന അനുയായികളെ, ഇബ്ലീസിന്റെ കുട്ടികളെ, ഇബ്ലീസാണ് ഈ ലഅനത്തുല്ലാഹി അലൈഹി വന്നിരിക്കുന്നത്. അവന്റെ അനുയായികളെ കാളിപ്പിച്ചു, പെരുപ്പിച്ച് കാണിച്ചു കൊടുത്തു. ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസി വ ഇന്നി ജാറുൽ ലക്കും. പരിശുദ്ധ ഖുർആൻ ആ ഭാഗത്തെ എടുത്തുകൊണ്ടും തരികയാണ്. ആരായിരുന്നു എന്നറിയാം. ഖുറൈശിയാക്കൾക്ക് വളരെ പൊങ്ങച്ചം, ഭയങ്കര ആവേശം. എടോ നമ്മൾ എന്തിനെ പേടിക്കുന്നു? അവർക്ക് 1000-ഓളം വരുന്നവരുണ്ട്. പക്ഷേ ഇതും കൂടായപ്പോൾ അവൻ അമേ ഇബ്ലീസ്, അവൻ അമേ ഇബ്ലീസ് ആകെ ഫൗസും പിൻ ശയ്യാത്തീൻകളാ ജഗലിൽ അകമതിയിലെ ഇരുവരും കഴികോർത്ത് അകതിച്ചു തണിയുടെ നടനടെ മത്ത് ജിഗമൊഴി പടമൊഴി പറയുവൻ ചേർത്ത് ആശാപീശത്തിൽ നടക്കും നേരം സുറാഖത്ത് ബിൻ മാലിക് അതാ ഇബ്ലീസായിരുന്നു. അവർക്കറിയില്ല. അവന്റെ ശൈത്താൻ കുട്ടികളുമായി കൊണ്ട് അതാ വരികയാണ്. അതുകൊണ്ട് അവരെ വന്നുകൊണ്ട് കാണിച്ചു കൊടുക്കുകയും അവർ സന്തോഷത്തോടുകൂടി എല്ലാവരും നിൽക്കുന്ന അവസരത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കുന്നത്. അതോടുകൂടി മലക്കുകൾ ഇറങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മലക്കുകളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുകയും എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പഠിപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയും അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഹിജ്റയുടെ 2-ാം വർഷം ബദർ വിജയിക്കുകയും ചെയ്തു. ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കണ്ണു നിറഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ, ഈ കണ്ണു നിറഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ. ജന്മം തന്ന നാഥാ, ജീവൻ തന്ന താജാ, ജന്മം തന്ന നാഥാ,
കണ്ണു നിറഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നിറഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി ഞാൻ നടക്കും വഴികളിൽ നിന്ന് മുള്ളിൻ മുനകളേറയാ അറുമുഖമായി ചൊല്ലിടം അല്ലാ അല്ലാ യാ അല്ലാ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ ജന്മഗോപുരത്തിൽ എന്നും ദുഃഖ ഈ കണ്ണു നിറഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഇനി നമ്മുടെ ഈ സദസ്സിൽ വേണ്ടത്